ഈ പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി നിർവഹിക്കുകയാണ്. അതിൻ്റെ പ്രപ്പോസൽ ഫോം ഔദ്യോഗികമായിട്ട് വിതരണം ചെയ്യുന്നതിനായിട്ട് ആദരണീയനായ മന്ത്രിയെയും അത് സ്വീകരിക്കുന്നതിനായിട്ട് മേധാംശ് എന്ന കുട്ടിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഔദ്യോഗികമായിട്ടുള്ള പ്രകാശനം നമ്മുടെ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രകാശന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സാർ. ഒരു നിമിഷം, മലനാട് TV ആണ് നമ്മുടെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റിസൺസ് ജേർണലിസ്റ്റ് ഫോറം മെമ്പറായിട്ടുള്ള വിജയൻ മുരുക്കുമ്പുഴ മലനാട് ഒരു മെമ്പറാണ്, മലനാട് TVയുടെ ഒരു മെമ്പറാണ്. അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ചെന്നിത്തലക്കാരൻ കൂടിയായിട്ടുള്ള മിസ്റ്റർ പ്രകാശ് ചെന്നിത്തലയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് വിനീതനായിട്ടുള്ള മലനാട് TVയുടെ പ്രോഗ്രാം കോർഡിനേറ്ററെ ക്ഷണിച്ചോളും. മലനാട് TV സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറം ആരംഭിച്ചിട്ട് 6 വർഷമായി. കേരളത്തിലെ 1034 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലുള്ള ഏതൊരാൾക്കും മലനാട് TVയുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ആകാം. ശ്രീ വിജയൻ മുരുക്കുമ്പുഴ അധ്യാപകനാണ്, അഭിനേതാവാണ്, സിനിമ സീരിയൽ രംഗത്ത് അഭിനേതാവാണ്. ഇന്ന് അദ്ദേഹം ഔപചാരികമായ ഒരാളെ ആദരിക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇതുവരെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ആദരിക്കാൻ വന്ന ആളും ഈ വേദിയിൽ തന്നെ ഉണ്ട്. ഇത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച, സാമൂഹ്യ രംഗത്ത് സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ പ്രകാശ് ചെന്നിത്തലയെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഒരു മൊമെൻ്റോ ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അങ്ങ് സ്വീകരിക്കണം. അത് ആദരിക്കുന്നതിന് മന്ത്രിയെ കൊണ്ട്, നമ്മളുടെ ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ സാറിനെ തന്നെ കൊണ്ട് കൈകൊണ്ട് കൊടുപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അങ്ങേയും കൂടെ ചേർന്ന് നിന്ന് പ്രകാശ് ചെന്നിത്തലയ്ക്കുള്ള ഈ ഉപഹാരം നൽകണം. സമ്മാനം നൽകുന്നതിനായിട്ട് ആദരണീയനായിട്ടുള്ള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനെയും ആദരവ് സ്വീകരിക്കുന്നതിനായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് മിസ്റ്റർ പ്രകാശ് ചെന്നിത്തലയും അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിജയൻ മുരുക്കുമ്പുഴയെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ചെന്നിത്തലയുടെ അഭിമാനമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ പ്രകാശ് ചെന്നിത്തല മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന മിസ്റ്റർ പ്രകാശ് ചെന്നിത്തല ഇവിടെ ആദരിക്കപ്പെടുന്നു. താങ്ക് യു സാർ. താങ്ക് യു മിസ്റ്റർ വിജയൻ മുരുക്കുമ്പുഴ. താങ്ക് യു ഓണറബിൾ മിസ്റ്റർ മിനിസ്റ്റർ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ ആൻഡ് മലനാട് TV. അതുപോലെ ഒപ്പം 2 പേർക്ക് സിറ്റിസൺ ജേർണലിസ്റ്റ് മേഖലയിലേക്ക്, അതായത് പത്രപ്രവർത്തന മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് 2 പേരെ ക്ഷണിക്കുകയാണ്. കണ്ണൂർ കോട്ടയം വില്ലേജ് പഞ്ചായത്തിൽ നിന്നും ബിന്ദുവിനെ ക്ഷണിക്കുന്നു. ബിന്ദു ക്യാൻസർ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെക്നീഷ്യനാണ്. ബിന്ദുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ക്യാൻസർ സർവൈവറായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ബിന്ദുവിനെ ഔപചാരികമായി മലനാട് TVയുടെ ഔദ്യോഗിക സിറ്റിസൺ ജേർണലിസ്റ്റായിട്ട് ഇന്ന് അംഗീകരിച്ചുകൊണ്ട് ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറ് ബിന്ദുവിന് ഈ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ അംഗീകാരം കൊടുക്കുകയാണ്. അതിനായിട്ടുള്ള മന്ത്രി നമ്മളുടെ മെമ്പർ കൂടിയായിട്ടുള്ള ബിന്ദുവിനെ ആദരിക്കുന്നു. വലിയൊരു കൈയ്യടി കൊടുക്കൂ. അതുപോലെ തന്നെ അപ്രീസിയേഷൻ. പുനലൂരിൽ നിന്നും നമുക്ക് യശോധരനാണ് നമ്മളുടെ പ്രതിനിധിയായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സജീവമായിട്ട് ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. നമ്മുടെ മലനാട് TVയുടെ സജീവ സാന്നിധ്യമാണ്. പുനലൂർ ബ്യൂറോ ചീഫാണ് അദ്ദേഹം. ജലന്ധർ മോട്ടോഴ്സ് എന്ന മോട്ടോർ കമ്പനിയുടെ ഓണറാണ്. കേരളത്തിൽ ഒരുപാട് സ്പെയർ പാർട്സ് കടകൾക്ക് വിതരണം ചെയ്യുന്ന ജലന്ധർ മോട്ടോഴ്സിൻ്റെ ഓണറും മലനാട് TVയുടെ പുനലൂർ ബ്യൂറോ ചീഫിനെയും ഔപചാരികമായി മലനാട് TVയുടെ ആ മാധ്യമ സഭയിലേക്ക് ക്ഷണിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ബിന്ദു. വിശ്വംഭരൻ. അടുത്തായിട്ട് നമ്മളുടെ HRPMൻ്റെ ഒരു ചെറിയ സ്നേഹോപകാരം. ഇറ്റ്സ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം ദ സൈഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ. ഞങ്ങളുടെ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിനായിട്ട് ബാലൻ മന്ത്രിയിൽ നിന്ന് സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നു. സത്യൻ പുത്തൂർ അടുത്തായിട്ട് സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് സത്യൻ പുത്തൂർ. മിസ്റ്റർ പ്രകാശ് ചെന്നിത്തല, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല, കോർഡിനേറ്റർ രാധാമണി മാഡം എന്നിവർ ചേർന്ന് ആദരണീയനായിട്ടുള്ള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിന് സമ്മാനിക്കുന്നു.
ഈ വലിയ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങളുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ആദരണീയനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള നമ്മളുടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിന് നന്ദി അറിയിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള നന്ദി പ്രകടനം ഇവിടെ ഉണ്ട്. അതുകൂടാതെ മലനാട് ടിവിക്ക് ഒരു വാക്കുകൂടി. നമ്മളെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഒരു തരത്തിലുള്ള മായവും ഞങ്ങൾ ചേർക്കില്ല എന്ന് പറയുന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് കമ്പനികളുടെ ഓണേഴ്സിനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. രാജ്യത്തിന് പുറത്തുപോയി പ്രവാസിയായിട്ട് ജോലി ചെയ്തപ്പോൾ എഞ്ചിനീയറായിട്ട് ജീവിതം അവിടെ ജോലി അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തി കേരളത്തിൽ ക്യാൻസറിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മില്ലർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനോട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മില്ലർ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ യാതൊരു തരത്തിലുള്ള മായം ഇല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ധാന്യങ്ങൾ പൊടിച്ച് വിതരണം ചെയ്യുന്നൊരു കമ്പനിയാണ്. മലനാട് ടിവിയുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും മലനാട് ടിവിയുമായി സഹകരിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നമ്മളുടെ ഈ ടെലികാസ്റ്റിങ്ങിൽ തന്നെ നമ്മളുടെ കണ്ടന്റ് നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യണം. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ രാജ്യം ഒരവസരം ജനങ്ങൾക്ക് നൽകണം. ശുദ്ധമായ ഭക്ഷണം മാത്രമാണ് ഇനി രാജ്യത്ത് കിട്ടുക എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അറ്റ്ലീസ്റ്റ് സേഫ്റ്റി ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് പറയുവാൻ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanad TV India.